അപ്പൊ ബിഹൈൻഡ് ദി സിനിമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ SSMB 29 ആ സിനിമയുടെ ടൈറ്റിൽ ഇപ്പൊ ഒഫീഷ്യലി വന്നിട്ടുണ്ട്. വാരണാസി എന്നാണ്. ആ ഗ്ലോബ് ട്രോട്ടർ ഇവന്റ് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ അവസാനിച്ചിട്ടുണ്ടായിരിക്കും. അത് നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിൽ ലൈവായിട്ട് ഫിലിം സിറ്റിയിൽ ഒരു 100 അടി സ്ക്രീനിൽ വലുതായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 10,000 ആൾക്കാരെ ഉൾക്കൊള്ളിക്കുന്ന രീതിയിലായിരുന്നു പരിപാടി നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ ആ സിനിമയെ പറ്റിയിട്ട് പറയുമ്പോൾ SS രാജമൗളുടെ RRR കഴിഞ്ഞു വരുന്ന വലിയ സിനിമ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് പ്രൊജക്ടുകളിൽ ഒന്നാണ്. അപ്പോ ശ്രീ ദുർഗ മൂവീസ് എന്ന് പറഞ്ഞിട്ടൊരു ആൾക്കാരാണ് അത് പ്രൊഡ്യൂസ് ചെയ്യണത്. അപ്പോൾ രാജമൗളിയുടെ അംബീഷ്യസ് പ്രൊജക്ടുകളിൽ ഒന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മഹാഭാരതവും രാമായണം അദ്ദേഹം പറയുന്നു. മഹാഭാരതം പ്രൊജക്ട് ആക്കാൻ അദ്ദേഹത്തിന് കുറെ ഐഡിയകൾ ഉണ്ടെന്ന് പറയും. പക്ഷെ അദ്ദേഹം ഇതിനെ പറ്റി പറഞ്ഞപ്പോ ഇപ്പൊ ഇവന്റിൽ പറഞ്ഞു ഈ സിനിമ എനിക്ക് അതുപോലെ ഒരു സിനിമയാണ്. മഹേഷ് ബാബു പറഞ്ഞു വൺസ് ഇൻ എ ലൈഫ് ടൈം റോളാണ് ഇത്. സിനിമ റിലീസ് ആയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഈ സിനിമ സംസാരിക്കുന്നത് കാരണം എന്താ സംഭവിച്ചു കഴിഞ്ഞാല് നായകന്റെ സംവിധായകന്റെ സാലറി കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ വരുന്ന ഫിലിമാണ്. അതായത് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ ടെക്നിക്കലി എത്രത്തോളം ഫണ്ട് മുടക്കുന്നുള്ളത്. അതിപ്പോ ടൈറ്റിലിന്റെ ഒരു ടീസർ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഭീകരമായിട്ടുണ്ട്. അതിന്റെ ക്വാളിറ്റി വൈസ് ഭീകരമായിട്ടുണ്ട്. അല്ലാതെ ആ ഗ്ലിംസ് കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായി അത് ആ ഗ്ലോബ് ട്രോട്ടർ എന്നുള്ളത് പിന്നെ ടൈം ട്രോട്ടർ ലാസ്റ്റ് ടൈറ്റിൽ വരും. അതായത് ആദ്യം തുടങ്ങിയത് ഒരു 700 ചില്ലാന ആണ്ടിലുള്ള കാശിയിലത്തെ വാരണാസിയിലത്തെ ഇത് കാണിച്ചു. പിന്നെ അവിടുന്ന് അന്റാർട്ടിക്കയ്ക്ക് വന്നു, അവിടുത്തെ ഒരു ഐസ് ഷെൽഫ് കാണിച്ചു. അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് കാണിച്ചിട്ട് അടിയിൽ ഒരു കപ്പൽ കുടുങ്ങി കിടക്കണ മാതിരി കാണിച്ചു. പിന്നെ ആഫ്രിക്കയ്ക്ക് പോയി, ആഫ്രിക്കയിൽ പിന്നെ കാശിയിലേക്ക് വന്നിട്ട് അങ്ങനെ കാണിച്ചത്. അതേമാതിരി ലങ്ക കാണിച്ചു. അതായത് ത്രേതായുഗത്തിലത്തെ ലങ്ക എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ ലങ്കക്ക് ശ്രീരാമനെയും കാണിച്ചു. ഉറപ്പാണ് അത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ ഇപ്പൊ നോർത്തില് കൂടുതൽ ഇത് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഭക്തി കയറ്റിയ മാതിരിയുള്ള ഒരു സിനിമ ആയിരിക്കില്ല അതെന്ന് വിചാരിക്കും. നമ്മൾ ട്രിപ്പിൾ ആറിലൊക്കെ യൂസ് ചെയ്ത പോലെ നല്ല നീറ്റ് ആയിട്ട് തന്നെ വരട്ടെ. അല്ല, നമ്മളിപ്പോ കൽക്കിയിലൊക്കെ ഉപയോഗിച്ച പോലെ ഓൾറെഡി രാമായണ വരികയെന്ന് പറയുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ട്, ഇതാണ് വരണേന്ന്. ഈ സിനിമ ഗ്ലോബ് ട്രോട്ടർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ വരണേന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ലല്ലോ. ടൈറ്റിൽ വന്നാലാണ് എന്താന്ന് ഒരു ഐഡിയ ആയിട്ടുള്ളത്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സിനിമയിൽ വില്ലനായിട്ട് വരുന്നത് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരനാണ്. കാരണം പല കളിയാക്കലുകളും പുള്ളി നേരിടുന്നുണ്ട്. ആ സിനിമയുടെ പോസ്റ്റർ വന്നപ്പോഴും കുറെ എണ്ണം കാണിച്ചു. ഈ സിനിമയുടെ ഒരു ടീസർ, അതായത് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ടീസർ, ഇത് സിനിമയായിട്ട് ബന്ധപ്പെട്ട് സിനിമയുടെ ഷൂട്ടിംഗ് ഒന്നും അല്ല. അതെ, ഇതൊരു ടൈറ്റിൽ റിവീലിംഗ് മാത്രം. അതിലെ മഹേഷ് ബാബുവിനെ കാണിച്ച പോർഷൻ വരെ VFX ആണെന്ന് തോന്നിപ്പോകുന്നുണ്ട്. ഈ ടൈറ്റിൽ റിവീലിന് ഇങ്ങനെ ഒരു ഇവന്റ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. ഇത്രയും വലിയൊരു ഇവന്റ്. ഈ മഹേഷ് ബാബുവിന്റെ പവർ എന്താന്ന് അറിയണമെങ്കിൽ ആ പ്രോഗ്രാം കണ്ടാൽ മതി. അദ്ദേഹത്തിന്റെ അല്ല, എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ റിലീസ് മഹേഷ് ബാബു ആയോണ്ട് തോന്നുന്നു കുറച്ച് പെട്ടെന്ന് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പ്രഭാസിനെ കൊണ്ടുപോയി 5 കൊല്ലം. എന്നാലും പെട്ടെന്ന് പറയാൻ പറ്റില്ല. 2027 പക്ഷെ 2027 എപ്പോന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഡിസംബറിലൊക്കെ മാർച്ചിലല്ലേ. മാർച്ചിലാണ് പറയണത്. പിന്നെ നല്ലൊരു കാര്യം പറയാനുള്ളത് സിനിമ 3D അല്ല, 3D വെറുപ്പിക്കുന്നില്ല. പിന്നെ സിനിമയുടെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് IMAX ഫോർമാറ്റ്. അതായത് IMAX ഫോർമാറ്റ് ഫുൾ സ്ക്രീനിലാണ്. അതില് PLF എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് പ്രീമിയം ലാർജ് ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ട് സ്ക്രീൻ ഫുള്ളായിട്ട് സിനിമ വരുന്ന തരത്തിലുള്ള ഇതായിട്ട്. അതിപ്പോ ആ ഗ്ലിംസ് നമ്മൾ കണ്ടത് ആ ഫോർമാറ്റ്, അതായത് ഫുള്ളായിട്ട് ഇതായിട്ടാണ് കാണിച്ചത്. പിന്നെ ഇതിന്റെ ടെക്നിക്കൽ സൈഡ് അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് നോക്കിയാൽ തന്നെ അറിയാം സിനിമയുടെ കഥ വിജയേന്ദ്ര പ്രസാദ് ആണ്. അതന്നൊരു അതേമാതിരി PS ഗോപാൽ റെഡ്ഡിനെയും TS വിനോദിനെ ഒക്കെ നമ്മള് ക്യാമറയിൽ കണ്ടു. ശ്രീനിവാസ മോഹനാണ് ഗ്രാഫിക്സിന്റെ ഇതിൽ കാണുന്നത്. അത് ഭയങ്കര പ്രോമിസിംഗ്. എടുത്തു പറയേണ്ടത് കിങ് സോളമൻ ആക്ഷൻ. അത് ഈ സിനിമയിൽ ഒരു 30 മിനിറ്റ് നീളമുള്ള ഒരു ആക്ഷൻ സീൻസ് ഉണ്ട്. അതിൽ മഹേഷ് ബാബു ഫുൾ ഇതെടുത്തിട്ടാണ് കവർ ചെയ്തിരിക്കുന്നതെന്ന് വിജയേന്ദ്ര പ്രസാദ് വന്നിട്ട് സംസാരിച്ചു. ഇപ്പൊ ഇന്ന് പൃഥ്വിരാജിന്റെ കാര്യമൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് എന്താ വെച്ചാൽ മഹേഷ് ബാബു ആക്ഷൻ ഫിലിംസ് ആണ് പൊതുവെ ചെയ്യാറ്, മാസ് ആക്ഷൻ ഫിലിംസ് ആണ്. അപ്പൊ ഒരു 30 മിനിറ്റ് എന്നുള്ള ഒരു സ്റ്റണ്ട് എന്ന് പറയുമ്പോ ഇതുവരെ അത്ര ഇല്ല. പിന്നെ എന്താ പറയാ, രാജമൗലിയുടെ പടങ്ങളിലൊക്കെ ക്ലൈമാക്സ് ഫൈറ്റ് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ഡ്യൂറേഷൻ വാർ സീൻസ് ആണല്ലോ വരാറുള്ളത്. പിന്നെ ഇപ്പൊ ഇതിൽ പ്രിയങ്ക ചോപ്ര ഉണ്ട്. പ്രിയങ്ക ചോപ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഗ്ലോബലി സിനിമകളിൽ അഭിനയിക്കുന്ന ഇംഗ്ലീഷ് ഫിലിംസ്. അപ്പൊ ഈ സിനിമ വഴി നമ്മൾ പൃഥ്വിരാജിന് എന്തായാലും ഒരു അറ്റൻഷൻ കിട്ടും ഗ്ലോബലി. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ വരുന്ന വലിയ പ്രൊജക്ടില്
നമ്മുടെ കാരണം ജെയിംസ് ക്യാമറൺ ഉൾപ്പെടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പടത്തിന്റെ ഭാഗമാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആടുജീവിതം അതെ ഉണ്ടല്ലോ. അതെ അതെ, പറയാനായിട്ട് ആക്ച്വലി നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെ ഒരു പടത്തിലേക്ക് പോകാൻ പുള്ളിനെ ഉള്ളൂ എന്ന് നമുക്ക് പറയേണ്ടി വരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതിൽ ക്യാരക്ടേഴ്സ് ആയിട്ട് പ്രിയങ്ക ചോപ്രയുടെ ഒരു ക്യാരക്ടർ പോസ്റ്റ് മന്ദാകിനി തോന്നുന്നു, പൃഥ്വിരാജിന്റെ കുംഭ എന്ന് പറഞ്ഞിട്ടുള്ള വില്ലൻ ക്യാരക്ടറിന്റെ വന്നു. ഇപ്പൊ മഹേഷ് ബാബുവിന്റെ എന്ന് വന്ന ക്യാരക്ടർ പോസ്റ്റ് രുദ്ര എന്നാണ് ആ ക്യാരക്ടറിന്റെ പേരായിട്ട് വന്നിരിക്കുന്നത്. മഹേഷ് ബാബു ആ സിനിമയത്തെ അതേ കോസ്റ്റ്യൂമിലാണ് ഇവനും വന്നിട്ടുണ്ടായിരുന്നത്. മാലയുടെ ലോക്കറ്റ് കാണിക്കുന്ന രീതിയിലുള്ള. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ത്യത്തെ ഏറ്റവും വലിയ ഫിലിമിന്റെ ഫ്യൂച്ചർ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അതെ.